beautiful people, my name is Nashwa and welcome back to my YouTube channel. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓവർസൈസ്ഡ് മിന്ത്ര ഹോൾ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഹോൾ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. സോ വിതൗട്ട് ഫർദർ അഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് തന്നെ എൻ്റെ ഫേവറേറ്റ് ഔട്ട് ഓഫ് ഓൾ കാണിച്ചു തരാം. ഈ ഒരു ബ്യൂട്ടിഫുൾ ഹക്കോബ മെറ്റീരിയലിൽ വരുന്ന ഒരു ഷർട്ടാണ് കേട്ടോ. ഓവർസൈസ്ഡ് ആണ്. ഇത് ലാർജ് ആണ് വരുന്നത്, പക്ഷെ അത്യാവശ്യം വീതിയും ലെങ്ത്തും ഒക്കെ ഉള്ളൊരു ഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇട്ടിട്ടുള്ള എന്താ പറയുക ക്ലിപ്പ് ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം. ഇത് ഞാൻ ജീൻസിൻ്റെ കൂടെ ഇട്ട് ഇത് നിങ്ങൾക്ക് സ്കേർട്സിൻ്റെ കൂടെ ഒക്കെ ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ ലൈനിങ് ഒന്നും ഇല്ലാണ്ടാണ് വരുന്നത്, കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒട്ടയാണ്, നമുക്കിങ്ങനെ കാണാനൊക്കെ പറ്റും. അപ്പോൾ ഇന്നർ ഇടാണ്ട് ഇത് ഇടാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, എസ്പെഷ്യലി ഫോർ മീ. പക്ഷെ ഇതിൻ്റെ എൻഡിങ് ഈ അറ്റൊക്കെ കണ്ടോ നല്ല രസമുണ്ട്, ഒരു കട്ടൊക്കെ വരുന്നുണ്ട്, സ്ട്രെയിറ്റ് അല്ല, ഫുൾ സ്ലീവ്സ് ആണ്. സ്ലീവ്സിൻ്റെ അറ്റത്ത് ഇങ്ങനെയാണ് സംഭവം വരുന്നത്. എന്തായാലും നല്ല പക്ക പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വരുന്നതാണ്. ദിസ് ഈസ് ബൈ ദ ബ്രാൻഡ് മാക്സ് ആൻഡ് മിന്ത്രയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ലിങ്ക് വിൽ ബി ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. പ്രൈസ് എനിക്ക് ഒന്നിൻ്റെ ഓർമ്മയില്ല, സോ എല്ലാത്തിൻ്റെ പ്രൈസ് ഇവിടെ ഉണ്ടാവും. എന്ത് സൈസും മെറ്റീരിയലും ഓർമ്മയുള്ളതൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ ഷർട്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി സമ്മർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഭയങ്കര ഈസി ബ്രീസി ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. സോ എന്താ അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ലിങ്ക് വിൽ ബി ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. നെക്സ്റ്റ് വൺ ഈസ് ഓൾസോ എ ബ്യൂട്ടിഫുൾ കോട്ടൺ ഷർട്ട്. പക്ഷേ ഇത് ഞാൻ ഓവർ സൈസ്ഡ് വാങ്ങിക്കാൻ മറന്നു, ഞാൻ കറക്റ്റ് സൈസാണ് വാങ്ങിച്ചത്, മീഡിയം. ഇതെനിക്ക് കുറച്ചുകൂടി ലൂസായിട്ട് ഇടാനായിരുന്നു ഇഷ്ടം, കാരണം ഇത് നല്ല ഭംഗിയുള്ളൊരു ഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എംബ്രോയിഡറി വരുന്നുണ്ട് ത്രൂ ഔട്ട്, ഫ്രണ്ടിലും ബാക്കിലൊക്കെ എംബ്രോയിഡറി വരുന്നുണ്ട്, ഫ്ലവർ എംബ്രോയിഡറി ആണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ കളർ കോമ്പിനേഷനും എനിക്ക് ഇഷ്ടമായി, പിങ്ക് ആൻഡ് വൈറ്റ്, നല്ല രസമുണ്ട്. ഇത് ടോക്കിയോ ടോക്കീസിൻ്റെതാണ്, സൈസ് മീഡിയം ആണ്. ഇത് നിങ്ങളിപ്പം എന്നെ പോലെയാണെങ്കിൽ ഒരു ലാർജ് അല്ലെങ്കിൽ ഒരു എക്സലൊക്കെ എടുത്താൽ കുറച്ചുകൂടി അതൊരു ഓവർ സൈസ്ഡ് ആയിട്ട് എടുക്കുമ്പോഴേക്കും എനിക്കൊന്ന് ഈ ഷർട്ട് ഭംഗി ക്ലോസ് ചെയ്തിട്ടും ഓപ്പൺ ചെയ്തിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഷർട്ടാണ്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കാം, അതായത് പ്രൈസ്, ക്ലിപ്പ് വിൽ ബി ഹിയർ ആൻഡ് ലിങ്ക് വിൽ ബി ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ക്വാളിറ്റി അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ സൂപ്പറാണ്, എന്തായാലും ചെക്ക് ചെയ്ത്. നെക്സ്റ്റ് ഷർട്ട് എന്ന് പറയുന്നത് ഇത് മെറ്റീരിയൽ ഒരു ഷിഫോൺ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതും മീഡിയമാണ്, പക്ഷേ ഇത് അത്യാവശ്യം എനിക്ക് ലൂസായിരുന്നു, അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, എനിക്ക് വലിയ കംപ്ലയിൻസ് ഇല്ല. അപ്പോൾ ഇതും നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ കളർ ചേഞ്ച് ഓൾസോ അവൈലബിൾ ആണ്. എനിക്കൊന്നൊരു ഓറഞ്ച് പിങ്കോ അങ്ങനെ ഏതോ ഷെയ്ഡിലാണ് അവൈലബിൾ. ഇത് വെസ്റ്റാഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെതാണ് കേട്ടോ. അപ്പോൾ ഇതും നല്ല ഈസി ബ്രീസി വെരി കാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഷർട്ടാണ്. ഇത് നമുക്ക് ട്രൗസേഴ്സിനൂടെയും ജീൻസിനൂടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പം ഇത് ഞാൻ ഇട്ടിട്ടുള്ള ക്ലിപ്പ് ഇവിടെ കൊടുക്കുക. ഇതെനിക്ക് നല്ല എന്താ പറയുക, മീൻസ് ഓവർ ലൂസും അല്ല, എന്നാൽ ഓവർ ഫിറ്റഡ് ആയിട്ട് കിടക്കാത്ത ടൈപ്പിലാണ് എനിക്ക് വന്നിട്ടുള്ളത്. മീഡിയമാണ് സൈസ് ഞാൻ ചൂസ് ചെയ്തതെങ്കിലും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തൊക്കെ. ഓൾസോ ആസ് യൂഷ്വൽ ഞാൻ മൈക്ക് കൊണ്ടുവന്നിട്ടില്ല, പിന്നെ ഞാൻ മൈക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ വെച്ചു, പിന്നെ ആ പ്ലാൻ ഞാൻ ഡ്രോപ്പ് ചെയ്ത്. അപ്പം പുറത്തുനിന്ന് ഇവിടുന്ന് സൗണ്ടൊക്കെ ക്യാച്ച് ചെയ്യും, പ്ലീസ് ഇഗ്നോർ. അപ്പോൾ ഇതാണ് നമ്മൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഷർട്ടാണ്. ഇത് പിക്ചറിൽ നിന്ന് കണ്ടതിനായിട്ട് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. പിക്ചറിൽ ഒരു ടെക്സ്ചേർഡ് മെറ്റീരിയലായിരുന്നു കാണിച്ചത്. ഇത് ആണ്, പക്ഷെ അത്ര അങ്ങോട്ട് വിസിബിൾ ആയിട്ടുള്ള ടെക്സ്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ സ്ലീവ്സ് ഇങ്ങനെയാണ് വരുന്നത്, പിക്ചറിൽ കൊടുത്ത അതേപോലെയാണ്. ഇത് കുറച്ച് അത്യാവശ്യം ഓവർ സൈസ്ഡ് ആണ്, മീഡിയം ആണ്, എന്നാലും എനിക്ക് നല്ല ലൂസിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നല്ലൊരു എന്ത് മെറ്റീരിയലാണെന്ന് എനിക്കറിയില്ല, മെറ്റീരിയൽ അറിയാത്തതിൻ്റെ ഒക്കെ ഞാൻ സ്ക്രീനിൽ വേണമെങ്കിൽ കൊടുക്കാൻ നോക്കാം കേട്ടോ, ഓർമ്മ ഉണ്ടെങ്കിൽ. ഒരു ബട്ടൺ ഡൗൺ ഷർട്ടാണ്, ലൈക്ക് ഡീസെൻറ്റ് ഫോർ ദ പ്രൈസ് ആൻഡ് പേയിങ്. അപ്പം ഇങ്ങനെയാണ് ഫ്രണ്ട്, ഇങ്ങനെയാണ് ബാക്ക്. ബ്ലാക്ക് ആണല്ലോ, നമുക്ക് എൻലെസ് വേസിൽ ഇതിന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷർട്ട് സ്റ്റൈലിംഗ് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് അതിനനുസരിച്ചുള്ള ഐറ്റംസ് ഒക്കെ കിട്ടണം, അതായത് ട്രൗസേഴ്സും സ്കേർട്ട്സും ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു വീഡിയോ ഇടാം. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം. ഇത് ഓൾസോ ഇറ്റ്സ് എ നൈസ് ഡീസെൻറ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വിൽ ബി ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. സൈസ് മീഡിയം, ക്ലിപ്പ് വിൽ ബി ഹിയർ, ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നെക്സ്റ്റ് വൺ ഒരു ആനിമൽ പ്രിൻറ്റ് ഷർട്ടാണ്. ഇതും അത്യാവശ്യം ഭയങ്കര ലൂസായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് ഈ ഒരു സൈഡൊക്കെ ഹിപ്പിൻ്റെ അവിടെ കുറച്ചൊന്ന് ടൈറ്റായ പോലെ തോന്നി. ഇത് ഞാൻ ലാർജായി ചൂസ് ചെയ്തിരുന്നിട്ടും. അപ്പോൾ ഇതെന്ന് പറയുക ആനിമൽ പ്രിൻറ്റ് ഈ അടുത്ത് വരെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പം എനിക്കൊന്ന് ഡൈ ഡൗൺ ആവുന്നുണ്ട് ആ ഒരു ട്രെൻഡ്.
ബട്ട് എന്തായാലും എനിക്ക് ആ സമയത്ത് ഇത് കണ്ടപ്പം വാങ്ങിക്കണം തോന്നി വാങ്ങിച്ചതാണ്. ഇപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് വലിയ പുതുമയൊന്നും തോന്നുന്നില്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ബലൂൺ സ്ലീവ്സിൽ വരുന്നതാണ് കേട്ടോ. പ്രിൻറ്റഡ് ആനിമൽ ലെപ്പഡ് പ്രിൻറ്റ് വരുന്നത്. അത്യാവശ്യം ഇങ്ങനെ ബലൂൺ സ്ലീവ്സ് ആണ്. ഇപ്പം ബട്ടൺ ഡൗൺ ഷർട്ടാണ്. അഗെയിൻ ഓപ്പൺ ചെയ്തിട്ടും ക്ലോസ് ചെയ്തിട്ടും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയും ക്ലിപ്പ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. പ്രൈസ് വിൽ ബി മെൻഷൻഡ് ഹിയർ. സൈസ് L. ലിങ്ക് വിൽ ബി ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. നെക്സ്റ്റ് വന്ന് പറയുന്നത് ഒരു സാറ്റിൻ ഷർട്ടാണ്. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഓണസ്റ്റ്ലി ഞാൻ പിക്ചറിൽ കണ്ടപ്പം എക്സ്പെക്ട് ചെയ്തൊരു ക്രേപ്പ് ആ ഒരു മെറ്റീരിയലിലായിരിക്കും വരാമെന്നാണ്. പക്ഷെ വന്നത് ഒരു സാറ്റിൻ, അങ്ങനെ ഒരു ആവറേജ് ലുക്കിംഗ് ഷർട്ടായിട്ടാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിനും വീഡിയോ ചെയ്യാനോ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള ക്ലിപ്പ് ഇപ്പോൾ തൽക്കാലം സൈഡിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് മീഡിയം ആണ്. പക്ഷേ ദിസ് ഇസ് ക്വൈറ്റ് ഓവർ സൈസ്ഡ്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഇത് എന്താ ടാഗ് വരെ ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. കാണുമ്പോൾ വലിയ മുഞ്ചൊന്നും തോന്നില്ല എനിക്ക്. അപ്പം ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഐറ്റം. ഇതിൻ്റെ ലിങ്കും കൊടുക്കാം. ഇഫ് യു ലൈക്ക് ഇറ്റ് യു ക്യാൻ ബൈ ഇറ്റ്. പക്ഷേ എനിക്ക് മെറ്റീരിയലും ഈ ഒരു ക്ലൈമറ്റിന് അത്ര അപ്രോപ്രിയേറ്റ് അല്ലല്ലോ. അതുകൊണ്ടാണ് എനിക്ക് ഒന്നുകൂടി ഇത് അത്ര ഇഷ്ടപ്പെടാനേ. ബിക്കോസ് എൻ്റെ കണ്ണിപ്പോൾ പോകുന്നത് ഓൺലി ടുവേർഡ്സ് കോട്ടൺ. യു നോ വാട്ട് ഐ മീൻ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം. വൺ ഇസ് ദിസ് ഷർട്ട് ഡ്രസ്. ഇത് നല്ല രസമുള്ളൊരു യുണീക്ക് ഇതാണ്. ഇതിന് പല കളേഴ്സ് അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ ഇതിങ്ങനെ റീൽസ് അല്ലെങ്കിൽ ഷോർട്ട്സ് ആയിട്ട് ഇടാത്തതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ളൊന്നും ഇല്ല. പിന്നെ ഇട്ട് വന്നപ്പോൾ ഇതൊരു അലുവയും മത്തിക്കറി പോലെയൊക്കെ ആയപ്പോൾ ഞാൻ വെച്ച് വെറുതെ ഞാനിങ്ങനെ ബുച്ചർ ചെയ്യുന്നില്ല. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ഷർട്ട് തന്നെ കേട്ടോ. ലൂസ് ഒരു ഇങ്ങനെ 5 സ്ലീവ്സ് പോലത്തെ ഇങ്ങനെ അങ്ങനത്തെ ഒരു ഷർട്ടാണ്. ഇതാണ് ഷർട്ട് ഡ്രസ്സ്. ദിസ് ഇസ് ഓക്കെ. എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്താ പറയുക, എന്നാലും ഒരു യുണീക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കുക. ക്വാളിറ്റി മെറ്റീരിയലൊക്കെ നൈസാണ് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കോട്ടൺ ആണ് ഇപ്പോഴത്തെ എൻ്റെ മൈൻഡിലുള്ളത്. അപ്പോൾ ഇതങ്ങനെ പക്ക പ്യുവർ കോട്ടൺ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനത്തെ കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഞാൻ ചൂസ് ചെയ്ത സൈസ് മീഡിയം ആണ്. അത്യാവശ്യം ഓവർ സൈസ്ഡ് ആണ് എനിക്ക് ഉള്ളത്. അപ്പം നിങ്ങൾ എൻ്റെ ഒരു ബോഡി ടൈപ്പ് ആണെങ്കിൽ മീഡിയം ചൂസ് ചെയ്താൽ മതിയാവും. അപ്പം അതാണ് നമ്മളെ last item. With that we've come to an end of this video. I hope all of you enjoyed. If you did, you know what to do. Like, share, and comment here. So see you soon with another video. Until then, bye.